നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ താമസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിഞ്ഞു വന്ന കുട്ടികൾക്കും മാതാവിനും വീടൊരുക്കി നൽകി കേരള മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫ് അംഗങ്ങളും പള്ളിയമ്പലം ജുവലറി ഉടമ ജയചന്ദ്രനും. വീടിന്റെ താക്കോൽദാനം 23-ാം തീയതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വീടില്ലാത്ത 2 പെൺകുട്ടികൾക്കും അവരുടെ മാതാവിനും താമസിക്കാൻ വീടൊരുക്കി കേരള മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫ് അംഗങ്ങൾ കടയ്ക്കൽ പള്ളിയമ്പലം ജ്വല്ലറി ഉടമ നൽകിയ 8.25 സെന്റ് പുരയിടത്തിലാണ് മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആര്യയും അമൃതയും എന്നാണ് ഈ മിടുക്കി കുട്ടികളുടെ പേര്. ഇതിൽ ആര്യ കടയ്ക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. ഇവർക്ക് കടയ്ക്കൽ പാട്ടുവളയിൽ ഉണ്ടായിരുന്ന കുഞ്ഞു വീട്ടിൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയില്ലായിരുന്നു. അടുത്ത വീട്ടുകാരുടെ ഔദാര്യത്തിലാണ് ഇവർ ജീവിച്ചു പോകുന്നത്. എന്തായാലും ഇവർക്ക് ദൈവാനുഗ്രഹത്താൽ കയറി കിടക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് ഒരുങ്ങിക്കഴിഞ്ഞു. 23-ാം തീയതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ്. വീടിന്റെ പേര് പോലും ഈ കുട്ടികളുടെ നാമത്തിലാണ്. ആര്യാമൃതം എന്നാണ് വീടിന് നാമകരണം ചെയ്തിട്ടുള്ളത്. നിരവധി സംഘടനകളാണ് ഇവരെ സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കടയ്ക്കൽ VHSSലെ SPC കേഡറ്റുകൾ ഇവർക്ക് വേണ്ടുന്ന അടുക്കള പാത്രങ്ങൾ വാങ്ങി നൽകി. 2021 രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയ സമയത്താണ് മൊത്തം ഉണ്ടായിരുന്ന അംഗങ്ങൾ ഒരു വീട് വെച്ച് കൊടുക്കണം, സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരാശയം മുന്നോട്ട് വയ്ക്കുകയും 21 ജൂലൈ മുതൽ ഞങ്ങൾ നമ്മുടെ ശമ്പളത്തിൽ നിന്നുള്ള ചെറിയ തുക സെക്യൂരിറ്റി സ്റ്റാഫും മുഖ്യമന്ത്രിയുടെ PAയും ഇതിന് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തുക സംഭരിച്ച് സെക്രട്ടേറിയറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വീട് വയ്ക്കാനുള്ള സമയം, ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഭദ്രമായപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കടയ്ക്കൽ ഇങ്ങനെ 2 കുട്ടികൾ, നല്ല വിദ്യാഭ്യാസമുള്ള 2 കുട്ടികൾ, പഠനത്തിൽ മിടുക്കരായ 2 കുട്ടികൾ ഇങ്ങനെ നിർധനമായി ഒരു ദയനീയമായ സ്ഥിതിയിലാണെന്ന് അറിഞ്ഞത്. തുടർന്ന് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ സംഗതി സത്യമാണെന്ന് മനസ്സിലായി. വസ്തുവില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പള്ളിയമ്പലം ജ്വല്ലറിയുടെ ജയചന്ദ്രൻ സാറ് ഇവർക്ക് 8 സെന്റ് വസ്തു കൊടുക്കുകയും പിന്നീട് എല്ലാം ദ്രുതഗതിയിലായിരുന്നു. സെപ്റ്റംബർ 13-ാം തീയതി കല്ലിടുകയും ഡിസംബർ 23-ന് നമ്മളിത് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരുപാട് സഹകരണങ്ങൾ നാട്ടുകാരിൽ നിന്നുണ്ടായിട്ടുണ്ട്, ഇവിടുത്തെ പാർട്ടിക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട്, വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ആര്യ എസ്. കടയ്ക്കൽ GVHSലെ +1 വിദ്യാർത്ഥിനിയാണ്. ഈ കഴിഞ്ഞ SSLC എക്സാമിന് എനിക്ക് ഫുൾ A+ വാങ്ങാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഞാൻ വളരുന്ന സാഹചര്യമൊക്കെ കണ്ട് എൻ്റെ സ്കൂളിലെ PTയും അധ്യാപകരോട് ചേർന്ന് എനിക്കൊരു വീട് നിർമ്മിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങി. അപ്പോഴാണ് പള്ളിയമ്പലം ജുവലേഴ്സിലെ ഓണർ ജയചന്ദ്രൻ സാറ് 4 സെന്റ് ചോദിച്ചപ്പോൾ എനിക്ക് 8.5 സെന്റ് സാറ് തന്നു വീട് വയ്ക്കാൻ. അതിൽ ഹോം മിനിസ്റ്ററിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചേർന്ന് എനിക്കൊരു നല്ലൊരു വീട് വെച്ച് തന്നു. നാളെയാണ് പാല് കാച്ച്. എൻ്റെ വീട്ടിൽ ഞാനും അനിയത്തിയും അമ്മയാണുള്ളത്. അച്ഛൻ മരിച്ചിട്ട് 2.5 വർഷമായി. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന നമുക്ക് ഒരു സുരക്ഷിതമായ വീടൊരുക്കി തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നാളത്തെ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണം കഴിയുമെങ്കിൽ.